അല്ലാതെ നിങ്ങളുടെ മുഖത്ത് കുരുണ്ടോ, നിങ്ങൾക്ക് വണ്ണം കൂടുതലാണോ, നിങ്ങൾക്ക് വണ്ണം കൂടുതലാണോ കുറവാണോ, നിങ്ങൾക്ക് പൊക്കം കൂടുതലാണോ കുറവാണോ, നിങ്ങൾ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ, വാട്ട് എവർ ഇറ്റ് ഇസ്, ഈ നാട്ടിലെയും ഈ ലോകത്തിന്റെയും ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഓക്കെ ഫൈൻ, ഈ കുരു എനിക്ക് പെയിൻഫുൾ ആകുന്നുണ്ട്, ഐ ഷുഡ് ട്രീറ്റ് ഇറ്റ്, ഗെറ്റ് ട്രീറ്റ്മെന്റ്. നാട്ടുകാരെ പറയുന്നെന്ന് വിചാരിച്ച് നിങ്ങൾ എന്തെടുക്കേണ്ട ആവശ്യമില്ല, ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആവശ്യമില്ല. നിങ്ങൾ ഹെൽത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വണ്ണം ആവശ്യമാണ്. ഒബ്വിയസ്ലി വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക, വെയിറ്റ് കുറക്കണം തോന്നുവാണെങ്കിൽ കുറയ്ക്കുക. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ആ ഡ്രസ്സ് ഇട്ട അല്ലെങ്കിൽ ആ ഡ്രസ്സ് ഇട്ട അവരുടെ കളിയാക്കും, അങ്ങനെ ഒന്നും വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ മാറേണ്ട ആവശ്യമില്ല. അങ്ങനെ മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്റെസ്പെക്ട്ഫുൾ ചെയ്യുന്ന പോലെ ആകും. റെസ്പെക്ട് യുവർ ബോഡി. അതെങ്ങനെയായിരിക്കുന്നു, ആ ഓരോ രീതിക്കും ഒരു സ്റ്റോറി പറയാനുണ്ടാകും. നാട്ടുകാർ പറയാനുള്ളത് എപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. വണ്ണം കൂടിയാലും അവർക്ക് പറയാൻ കാണും, വണ്ണം കുറഞ്ഞാലും അവർക്ക് പറയാൻ കാണും. സോ ഈ വീഡിയോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്, 10ാം ക്ലാസ്സിൽ ഇത്രയും ബുള്ളിയിൽപ്പെട്ട ഞാനാണ് 10ാം ക്ലാസ്സിൽ ആ സ്കൂളിലെ സ്കൂൾ ലീഡർ ആയിരുന്നു. ഡിഗ്രിക്ക് ആയിക്കോട്ടെ, എന്റെ സ്കില്ലിന്റെ പേരിലാണ് ഞാൻ അറിയപ്പെട്ടിട്ടുള്ളത്. എനിക്ക് നല്ലപോലെ ലീഡ് ചെയ്യാൻ പറ്റും, എനിക്ക് നല്ലപോലെ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും എന്ന് എന്റെ കഴിവ് ഞാൻ മനസ്സിലാക്കിയതിനു ശേഷമാണ് എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത്. നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. എപ്പോഴും മനുഷ്യന്മാർ പറയാനുള്ളത് പറയും, ബട്ട് യു ഓൾവേസ് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. യുവർ ഗ്രോത്ത് ആൻഡ് യുവർ ലൈഫ് ഓൾവേസ് മാറ്റേഴ്സ്. പറയുന്നവർ പറയട്ടെ, നമ്മുടെ ലൈഫ് അടിപൊളിയായിട്ട് ജീവിക്കുക.